Next, I'm going to call upon our new name church, Martha Mariam Church, Philadelphia. ബഹുമാനരെ, പൂർവികർ സമ്പത്തായി പകർന്നു നൽകിയ ക്നാനായ പാരമ്പര്യം ഇന്നും അണയാതെ കാത്തു സൂക്ഷിക്കുന്ന ആത്മീയ അച്ചഗണത്തിന് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് മർത്ത മറിയം ക്നാനായ ചർച്ച് ഫിലാഡൽഫിയ നിങ്ങൾക്ക് മുമ്പിൽ വിനയപൂർവ്വം ഈ ബൈബിൾ ദൃശ്യാവിഷ്കാരം സമർപ്പിക്കുന്നു. അതെ, ഒന്ന് നിന്നേ. നീ ആ വടക്കേടത്തെ അവറാച്ചന്റെ മോളല്ലേ? ആണല്ലോ അമ്മച്ചി. ഇതാരാ? നിന്റെ കൂട്ടുകാരിയാണോ? ഇവളെവിടുത്തെയാ? കണ്ടിട്ടില്ലല്ലോ. അമ്മച്ചിക്ക് അറിയില്ലേ, നമ്മുടെ പുത്തൻ വീട്ടിലെ തോമാശായന്റെ കൊച്ചുമോളാണ്. അമേരിക്കയിൽ നിന്ന് അവധിക്ക് വന്നിരിക്കുകയാണ്. ഓ, അപ്പൊ ഇവള് ജ്ഞാനായാണല്ലോ. മോള് കല്യാണം കഴിച്ചതാണോ? അല്ല അമ്മച്ചി. നന്നായി. എൻ്റെ പരിചയത്തിൽ കുറച്ച് ജ്ഞാനായ പയ്യന്മാരുണ്ട്. എന്നാ പിന്നെ പോകുന്ന വഴി ഇവിടെ വല്യമ്മച്ചയും കൂടെ കണ്ടിട്ട് പോകാം. കണ്ടോടി, അമ്മച്ചി നിന്നെ നോട്ടം വിട്ടിട്ടുണ്ട്. അമ്മച്ചിക്ക് ഒരു കൊച്ചുമോനുണ്ട്. അവനെ ഒരു ജ്ഞാനായ പെണ്ണിനെ കൊണ്ട് കെട്ടിക്കണമെന്ന് അമ്മച്ചിക്ക് വലിയ ആഗ്രഹമാണ്. അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, എന്തിനാ ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ ജ്ഞാനായ തന്നെ വേണമെന്ന് ഇത്ര നിർബന്ധം പിടിക്കുന്നത്? നമ്മൾ ഈ ന്യൂ ജനറേഷൻ പിള്ളേർ ഇതൊക്കെ നോക്കണോ? നമ്മുടെ പേരൻസ് എന്തായാലും നല്ലതിനെ പറയൂ. എന്തായാലും ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു കരുതൽ കാണും. നീ വാ. ദേ, നമ്മുടെ വികാരിയച്ഛനല്ലേ വരുന്നേ. നിന്റെ സംശയം അച്ഛനോട് തന്നെ ചോദിക്കാം. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. എന്തെല്ലാമുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. രണ്ടുപേരും കൂടി എങ്ങോട്ടാണ് രാവിലെ? ഇവളെ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാൻ ഇറങ്ങിയതാണ് അച്ചോ. അതിൻ്റെ ഇടയിൽ ഇവൾക്ക് ഒരുപാട് ഡൗട്ടാണ്. ഡൗട്ടോ? എന്താണ് ഡൗട്ട്? മറ്റൊന്നുമല്ല അച്ഛാ, നമ്മുടെ ഈ ജ്ഞാനായ സമുദായത്തിൽ നിന്നും കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിക്കുന്നതിൻ്റെ കാരണം എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇതിനൊക്കെ എന്തെങ്കിലും ബേസിസ് ഉണ്ടോ? ഉണ്ടല്ലോ. അത് ബൈബിളിലെ തോബിത്തിൻ്റെ പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും? അച്ഛാ, ആ സ്റ്റോറി ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? തീർച്ചയായും. തോബിത്ത് വളരെ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം എല്ലാവർക്കും നന്മ ചെയ്തിരുന്നു. ഏലിയാവിൻ്റെ ജന്മസ്ഥലമായ തിഷിബയിൽ ഭാര്യ അന്നയും മകൻ തോബിയാസുമൊത്ത് തോബിത്ത് കുടുംബമായി ജീവിച്ചിരുന്നു. ഒരു നല്ല ദൈവവിശ്വാസിയും മോശയുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചിരുന്നവനുമായിരുന്നു തോബിത്ത്. അങ്ങനെയിരിക്കെ അസ്രിയക്കാർ ഇസ്രായേൽക്കാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി നിനിവയിലേക്ക് കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ തോബിത്തും കുടുംബവും ഉണ്ടായിരുന്നു. അസ്രിയക്കാർ അന്യദൈവങ്ങളെ ആരാധിച്ചിരുന്നു. ആ കൂട്ടത്തിൽ കുറെ ഇസ്രായേൽക്കാരും ഉണ്ടായിരുന്നു. നമുക്കെന്തിനാണ് ഇസ്രായേലിന്റെ ദൈവം? നമുക്ക് വിജാതികളുടെ ദൈവം മതിയല്ലോ. തോബിറ്റ് അവൻ ഇസ്രായേലിന്റെ ദൈവത്തെ ആരാധിക്കട്ടെ, നമുക്ക് അത് വേണ്ട. നിർത്തൂ. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് ദൈവനിയമത്തിനെതിരാണ്. ഇസ്രായേലിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. യഹോവ എല്ലാ വിപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിച്ചു. നിങ്ങൾ യഹോവയെ മാത്രമേ ആരാധിക്കാവൂ. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജകൊട്ടാരത്തിൽ ആരെവിടെ? നാം മന്ത്രി മഹാമഹനെ അന്വേഷിക്കുന്നതായി അറിയിക്കൂ. ഉത്തരവ്. അടിയൻ. മഹാമന്ത്രി, രാജ്യത്തെ വാണിജ്യ കാര്യങ്ങൾ അല്പം കുഴപ്പത്തിലാണെന്ന് താങ്കൾക്കും അറിയാമല്ലോ. അതുകൊണ്ട് ആ കാര്യം നേരെയാക്കുവാൻ സമർത്ഥനായ ഒരു കാര്യസ്ഥനെ നിയമിക്കുവാൻ നാം തീരുമാനിച്ചു. ഇതിനു പറ്റിയ ആരെങ്കിലും താങ്കളുടെ അറിവിലുണ്ടോ? ഓ മഹാരാജൻ,
യഹൂദിയയിൽ നഫ്താലി ഗോത്രത്തിൽപ്പെട്ട തോബിത്ത് എന്നൊരു വ്യാപാരിയെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. അതെയോ? സേനാപതി, തോബിത്തിനെ നമ്മുടെ മുന്നിൽ ഹാജരാക്കുവാൻ നാം ഉത്തരവിടുന്നു. എല്ലാം കൽപ്പന പോലെ. അടിയൻ. തോബിത്ത്, താങ്കൾ ഒരു നല്ല കച്ചവടക്കാരൻ ആണെന്ന് നാം കേട്ടിരിക്കുന്നു. താങ്കളെ ഈ രാജ്യത്തിൻ്റെ വാണിജ്യ പ്രമുഖനായി നാം നിയമിച്ചിരിക്കുന്നു. താങ്കൾ മേധിയായാലും അയൽ രാജ്യങ്ങളിലും പോയി രാജ്യത്തിനു വേണ്ടി കച്ചവടം നടത്തണം. താങ്കൾക്ക് അതിന് കഴിയുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവിടുത്തെ ഉത്തരവ് പോലെ അടിയൻ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു പ്രഭു. തോബിത്ത് മേദിയയിലും മറ്റ് അയൽ രാജ്യങ്ങളിലും കച്ചവടം നടത്തി വലിയ ധനികനായി തീർന്നു. ഒരു ദിവസം സുഹൃത്തായ ഗബായലിന്റെ വീട്ടിൽ. വരണം വരണം, എത്ര നാളായി കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് സ്നേഹിത വിശേഷങ്ങൾ? നല്ല വിശേഷം സ്നേഹിത. എന്നെ രാജാവ് ഈ രാജ്യത്തെ വാണിജ്യ മുഖ്യനായി നിയമിച്ചിരിക്കുന്നു. അങ്ങനെ ഈ രാജ്യത്തിന് വേണ്ടി കച്ചവടം ചെയ്യാൻ വന്നതാണ് ഞാനിവിടെ. താങ്കൾ ഇപ്പോൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇതാ ഈ തരുന്ന 10 വെള്ളി നാണയങ്ങൾ ഒരു നിക്ഷേപമായി എന്നിൽ നിന്നും സ്വീകരിക്കുക. പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ തിരികെ വാങ്ങിക്കൊള്ളാം. ശരി, ആയിക്കോട്ടെ. എപ്പോൾ ചോദിച്ചാലും ഞാൻ തിരികെ തന്നുകൊള്ളാം. ഇന്നിവിടെ വിശ്രമിച്ചിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് പോയാൽ മതി. നന്ദി സ്നേഹിത. പക്ഷേ ഇപ്പോൾ ഞാൻ തിരക്കിലാണ്. രാജാവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. തൽക്കാലം ഞാൻ ഇവിടെ വാങ്ങട്ടെ. എന്നാൽ ശരി, പിന്നെ കാണാം. കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം തോബിത്തിന്റെ ഭവനത്തിൽ ഭക്ഷണം തയ്യാറാണ്, വരൂ, വന്ന് കഴിക്കൂ. ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ ഈ ആഹാരത്തിനായി എന്നും ഞങ്ങൾ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. മകനെ തോബിയാസ്, നീ എപ്പോഴും ദൈവഭയമുള്ളവനായിരിക്കണം. നിനക്ക് ഒരു ദൈവമേ കാണാവൂ. ഇന്ന് നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ആരോഗ്യം ദൈവത്തിൻ ദാനം, ബുദ്ധി സാമർഥ്യങ്ങൾ ദൈവത്തിൻ ദാനം, ഈ ജീവിതം ദൈവത്തിൻ ദാനം. നിന്നെ നശിപ്പിക്കുവാനാരെയും അനുവദിക്കരുതേ, അരുതേ, ചെയ്യരുതേ. പാപത്തിൽ നിന്നെ നീ നശിപ്പിക്കരുതേ. തോബീത്ത്, നമ്മുടെ രാജാവ് വീണ്ടും ഒരുവനെ തൂക്കിലേറ്റി. അങ്ങ് ദയവായി വന്ന് അയാളെ സംസ്കരിക്കുവാൻ സഹായിക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ദൈവമേ. പ്രഭോ, സങ്കടപ്പെടാതിരിക്കൂ, ഇതെല്ലാം ദൈവനിശ്ചയമായിരിക്കും. ഞാൻ അയാളെ സംസ്കരിച്ചിട്ട് വരാം. ഞാൻ വളരെ ക്ഷീണിതനായിരിക്കുന്നു. അല്പനേരം ഈ മരച്ചുവട്ടിൽ വിശ്രമിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങാം. അയ്യോ, എന്തു പറ്റി എനിക്ക്? എനിക്കൊന്ന് കാണുവാൻ സാധിക്കുന്നില്ലല്ലോ. ഞാനിനി എങ്ങനെ വീട്ടിലെത്തും? ദൈവമേ, എനിക്ക് തുണയെ അയക്കണമേ. ആന, ആന,
അയ്യോ യജമാനനെ, അങ്ങക്ക് എന്തു പറ്റി? പ്രിയതമേ, ആ മനുഷ്യനെ ഞാൻ സംസ്കരിച്ചിട്ട് തിരികെ വരുന്ന വഴി ഞാനൊരു മരച്ചുവട്ടിൽ വിശ്രമിക്കുവാനിടയായി. അപ്പോൾ ഒരു പക്ഷി എൻ്റെ കണ്ണിൽ വിസർജിച്ചു. ഞാൻ ഞെട്ടി ഉണർന്നപ്പോൾ എനിക്കൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. എൻ്റെ ദൈവമേ, ഞാൻ എന്തിനെ ഇനിയും ജീവിക്കണം? അങ്ങനെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട തോബിത്ത് ഭാര്യ അന്നയുടെയും മകൻ തോബിയാസിന്റെയും പരിചരണത്തിൽ വിശ്രമം ആരംഭിച്ചു. കുറെ നാളുകൾക്കു ശേഷം ഒരു ദിവസം, തോബിയാസ്, തോബിയാസ്, മകനെ, എനിക്കിപ്പോൾ ജോലിയൊന്നും ചെയ്യുവാൻ വയ്യല്ലോ. ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് 10 വെള്ളി നാണയങ്ങൾ മോദ്യായിലുള്ള എൻ്റെ സ്നേഹിതനെ ഏൽപ്പിച്ചിരുന്നു. ഗബയേൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നീ പോയി അത് വാങ്ങിക്കൊണ്ടുവരണം. നിനക്ക് കൂട്ടായി ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുക. മകനെ, മേദ്യ ദേശം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വസിച്ചിരുന്ന ദേശമാകുന്നു. അതുകൊണ്ട് തന്നെ നീ ആ ദേശത്തായിരിക്കുമ്പോൾ ഉചിതയായ ഒരു സ്ത്രീയെ നിനക്ക് ലഭിക്കുമോ എന്നുകൂടി അന്വേഷിക്കുക. നമ്മുടെ പൂർവികർ ചെയ്തതുപോലെ സ്വജാതിയിൽ നിന്നും സ്വവംശത്തിൽ നിന്നും ഒരു വധുവിനെ ലഭിക്കുവാൻ സർവശക്തനായ ദൈവം നിന്നെ സഹായിക്കട്ടെ. പോയി വരൂ. ശരി മാതാവേ, ഞാൻ പോയി വരാം. എൻ്റെ ദൈവമേ, പരിചയമില്ലാത്ത മേദ്യാദേശത്തേക്ക് ഞാൻ തനിക്ക് എങ്ങനെ കടന്നു ചെല്ലും? അങ്ങ് ആരെങ്കിലും സഹായത്തിനായി നൽകണമേ. അങ്ങ് ആരാണ്? സ്നേഹിത, നീ പറയുന്നത് ഞാൻ കേട്ടു. മേദ്യ എനിക്ക് നല്ല പരിചയമുള്ളൊരു ദേശമാണ്. നിന്നെ കണ്ടപ്പോൾ ദൈവഭയമുള്ള ഒരു മകനാണ് എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് അവിടേക്ക് കടന്നു ചെല്ലുവാൻ ഞാൻ നിന്നെ സഹായിക്കാം. ഓ ദൈവമേ, നന്ദി. ദൈവമാണ് താങ്കളെ എൻ്റെ അടുക്കിലേക്ക് അയച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പിതാവിനെ കണ്ട് അനുഗ്രഹം വാങ്ങി നമുക്ക് മേദ്യയിലേക്ക് യാത്ര തിരിക്കാം. ശരി സ്നേഹിത, അങ്ങനെയാകട്ടെ. തോബിത്തിന്റെ അകന്ന ബന്ധുവായ റഘുവേലും ഭാര്യ എഗ്നയും മേദ്യയുടെ സമീപ പ്രദേശമായ എക്ബത്താന എന്ന ദേശത്ത് താമസിച്ചിരുന്നു. അവർക്ക് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവളാണ് സാറ. സാറ, നീ എന്താണ് ചെയ്യുന്നത്? ഞാൻ വിൽക്കാനായി കുറച്ച് വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുകയാണ്. എടി, നിനക്കറിയാമോ, ഈ സാറായ്ക്ക് 7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവരെ 7 പേരെയും അവൾ കൊന്നു. എന്ത്? ഭർത്താക്കന്മാരെ ഇവൾ കൊന്നു എന്നോ? ഹമ്പടി ഭയങ്കരി, ഇവള് കൊള്ളാമല്ലോ. വാ, നമുക്ക് പോകാം. ദൈവമേ, ഈ സ്ത്രീകൾ പറയുന്നത് അങ്ങ് കേൾക്കുന്നില്ലേ? ഞാൻ എൻ്റെ ഭർത്താക്കന്മാരെ കൊന്നുവെന്നോ? ഇനിയും ഇത് സംഭവിക്കുമോ? എന്തിനാണ് ദൈവമേ ഇങ്ങനെയൊരു ജീവിതം അങ്ങ് എനിക്ക് നൽകിയത്? തോബിയാസ്, ഈ വീട് ആരുടേതാണെന്നറിയാമോ? അറിയില്ല. ഇത് നിന്റെ പിതാവ് തോബിത്തിന്റെ ബന്ധുവായ രഘുവേലിന്റെ ഭവനമാണ്. ഉവ്, അവരെ പറ്റി എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ മകൾ സാറയെ പറ്റി. അതേ മകനെ, നിന്റെ സ്വജാതിയിലും സ്വവംശത്തിലും പെട്ട ഒരു സ്ത്രീയാണ് സാറ. നിന്റെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്ക് യോജിക്കുന്ന ഒരുവളാണ് സാറ. തീർച്ചയായും നീ അവളെ വിവാഹം കഴിക്കുന്നതിലൂടെ നീ ആരാധിക്കുന്ന ദൈവത്തെയും നിന്റെ മാതാപിതാക്കളെയും സന്തോഷിപ്പിക്കുവാൻ നിനക്ക് കഴിയും. ഇവളെ മുമ്പ് വിവാഹം ചെയ്ത പുരുഷന്മാർ എല്ലാവരും മരണപ്പെട്ടല്ലോ. ഞാൻ ഇവളെ വധുവായി സ്വീകരിച്ചാൽ എനിക്കും അങ്ങനെ തന്നെ സംഭവിക്കുമോ? എൻ്റെ മാതാപിതാക്കൾ അനാഥരാവില്ലേ? തോബിയാസ്, ഇവൾ മുമ്പ് ഒരു ഭൂതത്താൽ ബന്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇവളെ വിവാഹം കഴിക്കണം എന്നുള്ളത് ദൈവഹിതമാണ്. നീ ഭയപ്പെടരുത്, ദൈവം നിന്നോട് കൂടെയുണ്ട്. എല്ലാം ദൈവഹിതം പോലെ ഭവിക്കട്ടെ. നിങ്ങൾ ആരാണ്? മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ നെഫ്താലി ഗോത്രത്തിൽപ്പെട്ടവരാണ്. നിന്നെ കണ്ടാൽ എന്റെ സഹോദരൻ തോബിത്തിനെ പോലെ തന്നെ ഇരിക്കുന്നു. പ്രഭു, ഞാൻ തോബിത്തിന്റെ മകനാണ്.
അതെയോ? എന്നാ, ഇതെന്റെ തോപിറ്റിന്റെ മകനാണ്. വരൂ വരൂ, അകത്തേക്ക് വന്ന് വിശ്രമിക്കൂ. മകളെ, നമുക്കിന്ന് വിരുന്നുകാരുണ്ട്. ഓ, ആരാണ് മാതാവേ ആ അതിഥികൾ? അത് നിന്റെ പിതാവിൻ്റെ ബന്ധുവായ ടോബിറ്റിൻ്റെ മകനാണ് വന്നിരിക്കുന്നത്. ടോബിയാസിനെ കണ്ടിട്ട് നല്ലൊരു യുവാവാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന പുരുഷൻ ഇതായിരിക്കാം. എന്തോ ഇനിയൊരു പരീക്ഷണത്തിനുള്ള ശക്തി എന്നിലുണ്ടെന്ന് തോന്നുന്നില്ല. മകളെ, നീ എല്ലാം ദൈവത്തിൽ സമർപ്പിക്കൂ. വരൂ വരൂ, ഇരിക്കൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. രഘുവേൽ, ഞാൻ നിന്നോടൊരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. തോബിയാസ് നിന്റെ ബന്ധുവായ തോബിത്തിൻ്റെ മകനാണെന്ന് നിനക്കറിയാമല്ലോ. നിന്റെ മകൾ സാറയ്ക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു പുരുഷനായിരിക്കും തോബിയാസ്. അതുകൊണ്ട് ഇവളെ വിവാഹം കഴിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രം. എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എനിക്ക് സമ്മതമാണ്. പക്ഷേ എൻ്റെ മകളുടെ കാര്യം എല്ലാം ഞങ്ങൾക്കറിയാം. ഇവളെ വിവാഹം കഴിക്കണം എന്നുള്ളത് ദൈവഹിതമാണ്. ദൈവം ഇവരോട് കൂടെയുണ്ട്. അതുകൊണ്ട് യാതൊരാപത്തും ഇവർക്ക് ഭവിക്കയില്ല. വിശ്വസിക്കൂ. അങ്ങനെയെങ്കിൽ ഇവിടെ താമസിച്ച് 14 ദിവസത്തെ കല്യാണ വിരുന്നിൽ പങ്കെടുക്കാം. വിവാഹ ആഘോഷങ്ങൾ തുടങ്ങട്ടെ. മകനെ, ഇന്നു മുതൽ ഞാൻ എൻ്റെ മകളെ നിന്നിൽ പരമേൽപ്പിക്കുന്നു.
മകളെ, ഇന്നു മുതൽ തോബിത്തിന്റെ ഭവനമാണ് നിന്റെയും ഭവനം. നീ തോബിത്തിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഇനി അവരും നിന്റെ മാതാപിതാക്കളാണ്. പോയി വരൂ. തോബിയാസ് തൻ്റെ ഭാര്യ സാറായുമൊത്ത് സ്വഭവനത്തിൽ. പ്രിയനെ, ഇതാ നമ്മുടെ മകൻ വരുന്നു. പിതാവേ, അങ്ങ് പറഞ്ഞതുപോലെ സ്വജാതിയിലും വംശത്തിലും പെട്ട ഒരു സ്ത്രീയെ ഞാൻ വിവാഹം ചെയ്തു. അങ്ങയുടെ സഹോദരനായ രഘുവേലിന്റെ മകളായ സാറയാണിത്. വളരെ സന്തോഷം. ദൈവം നിങ്ങളെയും നിങ്ങളുടെ സന്തതി പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദൈവമേ, അന്ധനായ എനിക്ക് ഈ സന്തോഷ മുഹൂർത്തം ദർശിക്കുവാനുള്ള ഭാഗ്യം ഇല്ലല്ലോ. തോബിത്ത്, നിന്റെ സങ്കടയാചന കേട്ട് നിന്നെ സഹായിക്കുവാനായി ദൈവം അയച്ച മാലാഖയാണ് ഞാൻ. ഇതാ, ദൈവം നിന്റെ കാഴ്ച തിരികെ നൽകിയിരിക്കുന്നു. ദൈവം നിന്നിലും നിന്റെ കുടുംബത്തിലും പ്രസാദിച്ചിരിക്കുന്നു. ദൈവമേ സ്തോത്രം. അവിടുന്ന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ദൈവം എനിക്ക് എല്ലാം കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തുണയായി നീ തണലാകണം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. അച്ഛനായും ദൂരെയും ചാരെയും കൂട്ടാകണം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. സത്യം ധനം
മക്കളെ, നിങ്ങൾ തോബിത്തിന്റെ കഥ കേട്ടുവല്ലോ. തോബിത്ത് മോശയുടെ ന്യായപ്രമാണങ്ങളും പൂർവ്വപിതാക്കന്മാരുടെ ആചാരങ്ങളും പൈതൃകങ്ങളും അനുസരിച്ച് ജീവിച്ചിരുന്നു. തോബിയാസ് അവന്റെ സ്വജാതിയിൽ നിന്ന് വധുവിനെ തിരഞ്ഞെടുത്തു. തോബിയാസിനെ പോലെ ജ്ഞാനായക്കാരായ നമ്മളും സ്വവംശത്തിൽ നിന്ന് വിവാഹം കഴിക്കുകയും എല്ലാവർക്കും അനുഗ്രഹമായി ലോകം മുഴുവനും വ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു.